കേരളമാകെ വ്യാപിക്കുന്ന ഈ അധിനിവേശ വിരുദ്ധ സമരത്തിനെതിരെ കൂടുതൽ സംഘടനകൾ എത്തിയിരിക്കുകയാണ്. മുനമ്പത്തുകാർക്ക് ഐക്യദാർഢ്യവുമായി ചെറായിൽ സംഘടിപ്പിച്ച വൻ സംരക്ഷണ സമ്മേളനത്തിന് പിന്നാലെ ഹിന്ദു ഐക്യവേദി പ്രാദേശിക ജാഗ്രതാ സദസ്സുകളും സംഘടിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തായാലും കേരളമാകെ വ്യാപിക്കുന്ന ഈ വഖഫ് അധിനിവേശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുമ്പോൾ സമരത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് സംഘടനകളുടെയൊക്കെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എപ്രകാരമായിരിക്കും? ഹിന്ദു ഐക്യവേദി പ്രാദേശിക ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതൊരു ബോധവൽക്കരണ പരിപാടിയായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വഖഫ് അധിനിവേശം, അതിനെ വഖഫ് ഭീകരത എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. മുനമ്പത്തെ തീരദേശ ജനത നിരാഹാര സമരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം പിന്നിടുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 31 ദിവസം പിന്നിട്ടിരിക്കുന്നു. 610 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വഴിയാധാരമാക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. 402 ഏക്കറോളം ഭൂമിയിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചതോടുകൂടിയാണ് 610 കുടുംബങ്ങൾ ഈ കുടിയിറക്ക് ഭീഷണി നേരിടുന്നത്. ഇതിൽ തന്നെ 402 ഏക്കറിൽ പല ഭൂമി, അതായത് കൂടുതൽ ഭൂമിയും കടലെടുത്ത് പോയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലമാണ് വഖഫ് അധിനിവേശമായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് BJP ഉൾപ്പെടെയുള്ള ദേശീയവാദപരമായിട്ടുള്ള സംഘടനകൾ അല്ലെങ്കിൽ ദേശീയവാദ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് മുനമ്പം തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യമായിട്ട് അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും തന്നെ മുന്നോട്ട് വന്നത്. നിലവിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമ്മേളനങ്ങൾ സംസ്ഥാനമെമ്പാടും നടത്തുവാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കൃത്യമായിട്ടുള്ള സെമിനാറുകൾ, അതായത് ഈ വഖഫ് ഭീകരത എന്താണ്, വഖഫിന്റെ അധിനിവേശം എന്താണ്, അത് എത്രത്തോളമാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത്, അത് ഏത് വിധത്തിലാണ് ഈ സംസ്ഥാനമെമ്പാടും പല ഭൂമികളും കയ്യേറ്റ ഭൂമികളാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ വഖഫ് അധിനിവേശം ഉണ്ടാകുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ബോധവൽക്കരണം സംസ്ഥാനമെമ്പാടും ഉണ്ടാകുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു ഐക്യവേദി ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ പ്രാദേശിക തലത്തിൽ നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലങ്ങളിലും ഈ സമ്മേളനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചില കൺവെൻഷൻ രൂപീകരിച്ചുകൊണ്ട് ഈ ഭൂസംരക്ഷണ സമ്മേളനം ചെറായിൽ നടത്തുകയും ചെയ്തിരുന്നു. ഭൂസംരക്ഷണ സമ്മേളനത്തിൽ നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. KP ശശികല ടീച്ചറായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ടീച്ചർ പറഞ്ഞൊരു സംഗതിയുണ്ട്, അതായത് ഈ വഖഫ് ഭീകരത അല്ലെങ്കിൽ വഖഫ് അധിനിവേശം കേവലം മുനമ്പം പ്രദേശത്ത് മാത്രം ഒറ്റപ്പെട്ട സംഭവമല്ല, അത് മതത്തിന് അതീതമായിട്ട് എല്ലാ തരത്തിലും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടാകണം. അതുകൊണ്ട് സംസ്ഥാനമെമ്പാടും ഇക്കാര്യത്തിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകണം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഹിന്ദു ഐക്യവേദി എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രത്യക്ഷ സമരങ്ങൾ സംഘടിപ്പിക്കുകയും അത് ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മുനമ്പത്തെ സംബന്ധിച്ച് വിലയാധാരം വാങ്ങിയ, അതായത് 3 തലമുറകൾക്ക് മുന്നേ തന്നെ മുനമ്പത്തെ നിലവിൽ താമസിക്കുന്നവരുടെ പൂർവ്വ തലമുറ അല്ലെങ്കിൽ അവരുടെ പൂർവികർ വിലയാധാരം വാങ്ങിയ ഭൂമിയാണ്. അതാണ് ഒരു ഘട്ടത്തിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. അത് വഖഫ് ബോർഡിൻ്റെതായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ റവന്യൂ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെ ഹൈക്കോടതിയിലടക്കം ഹർജികൾ എത്തിയിട്ടുണ്ട്. നിലവിൽ മുനമ്പം തീരദേശവാസികൾ വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നിയമപരമായിട്ടുള്ള പോരാട്ടം കടുപ്പിക്കുന്നതിനൊപ്പം തന്നെ പ്രത്യക്ഷ സമരവുമായിട്ട് തീരദേശ ജനത മുന്നോട്ട് പോകുന്നു. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ദേശീയവാദ പ്രസ്ഥാനങ്ങളും പിന്നിലുണ്ട്. എന്തായാലും സംസ്ഥാനമെമ്പാടും, പ്രത്യേകിച്ച് തളിപ്പറമ്പ്, കൽപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വഖഫിൻ്റെതായിട്ടുള്ള അധിനിവേശം കണ്ടെത്തിയിട്ടുണ്ട്. 600 ഏക്കർ ഭൂമിയിലൊക്കെയാണ് തളിപ്പറമ്പിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ആധികാരികമായിട്ടുള്ള രേഖകളൊന്നും തന്നെ ഇല്ലാത്ത സാഹചര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ ആദ്യഘട്ടം മുതൽ ഒരു മൗനമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസം സമരസമിതി നേതാക്കളുമായിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തിയെങ്കിലും അതിൽ കാര്യമായിട്ടുള്ള ഫലമൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. കേവലം ഒരു ചർച്ച എന്നതിനേക്കാൾ ഉപരി മുനമ്പത്തെ തീരദേശ ജനതയ്ക്കൊപ്പം നിൽക്കുവാനായിട്ട് ഇടതു വലത്
ഭരണ മുന്നണി അല്ലെങ്കിൽ ഇടതു വലത് മുന്നണികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. ഒരു പ്രീണന നയം അത് തന്നെയാണ് ഇടതു വലത് മുന്നണികൾ ഈ ഒരു വിഷയത്തിൽ ഒരു മൃദു സമീപനം സ്വീകരിക്കാനായിട്ടുള്ള ഒരു കാരണം. എന്തായാലും ശക്തമായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ വഖഫ് എന്ന കരിനിയമം അത് റദ്ദാക്കണമെന്നുള്ള ഒരു അടിസ്ഥാന ആവശ്യം തന്നെയാണ് ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തോടൊപ്പം തന്നെ ജാഗ്രതാപൂർവമുള്ള ബോധവൽക്കരണ പരിപാടികൾ സംസ്ഥാനമെമ്പാടും നടത്തുവാനായിട്ടാണ് ഹിന്ദു ഐക്യവേദി നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനമെമ്പാടും 1000 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ജാഗ്രതാ സമ്മേളനങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ മുൻപത്തെ തീരദേശ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഐക്യവേദിയുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ BJP ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കേരളം ആകെ വ്യാപിച്ചിരിക്കുകയാണ് വഖഫ് അധിനിവേശ സമരം. അതോടൊപ്പം തന്നെ ചെറായിൽ സംഘടിപ്പിച്ച വൻ ഭൂ സംരക്ഷണ സമ്മേളനത്തിന് പിന്നാലെ ഹിന്ദു ഐക്യവേദി 1000-ഓളം പ്രാദേശിക ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാനാണ്. അതെന്താ ഈ ജാഗ്രത എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് വഖഫ് എന്നും വഖഫ് ബോർഡ് ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ എന്താണെന്നും ഇതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് നിയമം എന്താണ് എന്നും ഇവിടെ പാസ്സാക്കപ്പെട്ടത് എന്താ, ഇതൊന്നും വ്യക്തമായ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത സാഹചര്യമുണ്ട്. അതായത് നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു അവകാശവാദം വഖഫ് ഉന്നയിക്കുന്നത് വരെ നമ്മളൊരു പക്ഷേ ഇതിനെ സീരിയസ് ആയി എടുത്തേക്കില്ല. അതിനുള്ള സാഹചര്യം ഏത് നിമിഷവും ഉണ്ടാകാം എന്നൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യവുമാണ്. ഈ ജാഗ്രത എത്രത്തോളം വേണം എന്നുള്ളതാണ് അവിടെ നമുക്ക് വെളിവാകുന്നത്.